من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان فاجتنبوه لعلكم تفلحون. ബഹുമാനരായ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സത്താവും നിയന്താവുമായ അല്ലാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾക്ക് ആജ്ഞാനുവർത്തികളായി ജീവിതാന്ത്യം വരെ ഈമാനും തഖ്വയും നിലനിർത്തി അല്ലാഹുവിന്റെ ഇഷ്ടവും പൊരുത്തവും നേടിയെടുക്കുവാൻ പരമാവധി യത്നിക്കണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അത്തരം ഭാഗ്യശാലികളിൽ, മുത്തഖികളിൽ, വിശിഷ്യ മുവാഹിദുകളിൽ അല്ലാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പലതും നമ്മൾ വിശദീകരിക്കാറുണ്ട്. അല്ലാഹു മനുഷ്യർക്ക് നൽകിയ സമ്പത്ത്, അല്ലെങ്കിൽ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണവും കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളവും, അവന് കിട്ടിയ അധികാരം, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനം, ജോലി അടക്കം, ഇതൊക്കെ വലിയ അനുഗ്രഹങ്ങളായിട്ട് നമ്മൾ എണ്ണി പറയാറുണ്ട്. എന്നാൽ ഈ പറഞ്ഞതൊക്കെ നമുക്ക് കിട്ടിയ നിഅമത്തുകളും അനുഗ്രഹങ്ങളുമാണെങ്കിലും ഇതിനേക്കാൾ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് തെറ്റും ശരിയും വകതിരിച്ചറിയുവാനുള്ള ബുദ്ധി അല്ലാഹു നൽകി എന്നുള്ളതാണ്. ഈ ബുദ്ധി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യരും മറ്റു മൃഗങ്ങളും ജന്തുജാലങ്ങളും തമ്മിൽ ഒരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യർക്ക് വേണ്ടി മാത്രം അല്ലാഹു നൽകിയ ഒരു നിഅമത്താണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വിവേക ബുദ്ധി എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പ്രഭാഷണം നടത്തുന്ന വലിയൊരു പ്രഭാഷകൻ തന്റെ മുമ്പിൽ കൂടി നിൽക്കുന്ന വലിയൊരു ജനക്കൂട്ടത്തെ നോക്കിയിട്ട് മർത്യനെ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട്. എന്താണ് മർത്യനെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൃത്യു വരിക്കുന്നവൻ അഥവാ മരണം വരിക്കുന്നവൻ എന്നതാണ്. എന്നാൽ ഇതുപോലെ ഒരു ജന്തു സമൂഹത്തെ
വലിയൊരു മൃഗങ്ങളുടെ കൂട്ടത്തിൽ പോയിട്ട് ഒരാളും മർത്യനെ എന്ന് അഭിസംബോധന ചെയ്യുകയില്ല. യഥാർത്ഥത്തിൽ മനുഷ്യര് മൃത്യുവരിക്കുന്നത് പോലെ മരിക്കുന്നത് പോലെ ഈ മൃഗങ്ങളും ജന്തുജാലങ്ങളും മരിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ആ മരണത്തിന്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ, മനുഷ്യരൊക്കെ മരിക്കും എന്ന ബോധ്യത്തോടു കൂടിയാണ്. ബുദ്ധിയും വിവേകവും ഒക്കെ എത്തിയ ഒരു മനുഷ്യൻ താൻ മരിക്കുമെന്ന ബോധ്യമുണ്ട്. നമ്മളൊരു നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ 4 ഭാഗത്തേക്കും റോഡ് പോകുന്നു. ധാരാളക്കണക്കിന് വാഹനങ്ങൾ ചീറിപ്പാറി വന്നുകൊണ്ടിരിക്കുന്ന അവിടെ ഒരാൾ ആ വഴി അപ്പുറത്തേക്ക് മുറിച്ചു കിടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ജാഗ്രതയോടുകൂടിയാണ് മുറിച്ചു കിടക്കുക. 4 ഭാഗത്തു നിന്നും വാഹനം ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് മുറിച്ചു കിടക്കുക. അയാൾക്കറിയാം, ഒരു സെക്കൻഡിന്റെ അശ്രദ്ധ കൊണ്ട്, ഒരു നിമിഷത്തെ അലംഭാവം കൊണ്ട് ഒരു വാഹനം വന്നിടിച്ചാൽ എന്റെ ജീവൻ അവതാളത്തിലാകുമെന്ന് മനുഷ്യർക്ക് മാത്രമുള്ള തിരിച്ചറിവാണ്. അതേ സമയത്ത് തന്നെ ആ റോഡ് മുറിച്ചു കിടക്കുന്ന ഏതെങ്കിലും ഒരു ചെറിയ ജീവി, ഒരു പൂച്ചയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലുമൊക്കെ മുറിച്ചു കിടക്കുമ്പോൾ ഒരിക്കലും അതിന്റെ ചിന്തയിൽ, അതിന്റെ വികാരത്തിൽ ഇങ്ങനെ ഒരു ആലോചനയില്ല. ഏതെങ്കിലും ആ മുറിച്ചു കിടക്കുമ്പോൾ ഒരു വാഹനം തട്ടി ഞാൻ എന്റെ ജീവൻ അസ്തമിക്കുമെന്നത് ചിന്തിക്കുന്നില്ല. ഇതുകൊണ്ടാണ് മനുഷ്യരെ നോക്കിക്കൊണ്ട് മാത്രം മർത്യരെ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുവാനുള്ള വിവേക ബുദ്ധി അള്ളാഹു നൽകിയിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും മഹത്തായ ഒരു നിയമത്താണ്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, അള്ളാഹു മനുഷ്യർക്ക് പരലോകത്തും ഇഹലോകത്തും രക്ഷപ്പെടാൻ, ആ പരലോകവും ഇഹലോകവും നഷ്ടപ്പെടുത്തുന്ന, നശിപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ഇത് മുഴുവൻ കൃത്യമായി പറഞ്ഞു തന്നു. എല്ലാം ബോധ്യപ്പെടുത്തി. അതിൽ വിശ്വാസപരം മുതൽ തുടങ്ങി, നമ്മുടെ അഖീദയിൽ നിന്ന് തുടങ്ങി, നമ്മുടെ സംസ്കാരവും സ്വഭാവവും എന്തൊക്കെയാണോ, ഏതൊക്കെ മേഖലകളുണ്ടോ അതൊക്കെ പറഞ്ഞു തന്നു. ആ പറഞ്ഞു തന്ന കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അവിടെ നമുക്ക് കാണാൻ കഴിയും, ലഹരിയുമായി ബന്ധപ്പെട്ടാണ്. ഇത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളക്കരയിൽ തന്നെ ഇവിടുത്തെ ഭരണകൂടം, ഗവൺമെന്റ് പുതിയ തലമുറയെ സംരക്ഷിക്കാൻ ലഹരി മാഫിയകൾക്കെതിരിൽ ശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ വായിച്ചതുപോലെ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ് ഇത്തരം സ്ഥലങ്ങളും ഇതുപോലെയുള്ള കേന്ദ്രങ്ങളും ഒക്കെ അവിടെ റൈഡ് ചെയ്ത് അത്തരത്തിലുള്ള കാര്യങ്ങളിൽ വളരെ വലിയ നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ഈ മദ്യവും ഈ മയക്കുമരുന്നും ഇത്തരത്തിൽ എന്തൊക്കെയുണ്ടോ അത്തരം തിന്മകളെയൊക്കെ ഇസ്ലാം കണിശമായിട്ട് വിരോധിച്ചിട്ടുണ്ട്. ലഹരി എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ, മുൻകാലഘട്ടങ്ങളിൽ അത് പരിശോധിക്കുമ്പോൾ അതൊരു മദ്യത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്നു. എന്നാൽ അതിൽ നിന്നും മാറി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ അന്നത്തെ ലഹരി എന്ന് പറയുന്നത് മദ്യം മാത്രമായിരുന്നു. അത് മുന്തിരിയിൽ നിന്നും അതിൽ നിന്നും ഒക്കെ ഉണ്ടാക്കിയ ചാറുകൾ മാറ്റിയെടുത്ത് അതിങ്ങനെ കുടിച്ച് അതിൽ നിന്ന് മത്തുപിടിച്ച് അങ്ങനെ ലഹരി പിടിച്ച് ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു ജാഹിലിയ്യ അറബികൾ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ അവർ മരണപ്പെടുമ്പോൾ മുന്തിരി വള്ളികളുടെ ചുവട്ടിൽ അവരെ കൊണ്ടുപോയിട്ട് മറമാടണമെന്ന് പോലും അവർ പാടിയിരുന്നു. കവിതകളിൽ അതുപോലെ എഴുത്തുകളിൽ എഴുതിയിരുന്നതായി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ഖുർആൻ വിപ്ലവം സൃഷ്ടിച്ചത്. നമ്മൾ ആലോചിക്കേണ്ടത്, അന്ന് ഖുർആൻ ഇതിനെതിരിൽ ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി. പ്രിയപ്പെട്ടവരെ, ഇത് 6-ാം നൂറ്റാണ്ടിലേക്ക് മാത്രമുള്ള ഉപദേശങ്ങളായിരുന്നില്ല. എല്ലാ കാലത്തേക്കും, ഏത് കാലത്തേക്കും പ്രസക്തമാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്. ഇസ്ലാം പറഞ്ഞിട്ടുള്ള എല്ലാം എല്ലാ കാലത്തേക്കും വേണ്ടിയുള്ളതാണ്. ഇസ്ലാം വിരോധിച്ച ഒരു കാര്യം കാലങ്ങൾ കഴിയുമ്പോൾ പുരോഗമിച്ച ഒരു പുതിയ യുഗത്തിൽ ഇത് പാടില്ല, ഇത് തെറ്റാണ് എന്ന് പറയാൻ ഒരാൾക്കും കഴിയാത്ത വിധം വളരെ കൃത്യമാണ്, കുറ്റമറ്റതാണ്. എന്താ കാരണം എന്ന് ചോദിച്ചാൽ, ഇത് അള്ളാഹുവിന്റെ നിയമമാണ്. അള്ളാഹ് ഉണ്ടാക്കിയ നിയമങ്ങൾക്ക് ഒരിക്കലും തെറ്റ് സംഭവിക്കുകയില്ല. മനുഷ്യൻ തന്റെ ബുദ്ധി കൊണ്ട് മെകഞ്ഞെടുത്തത്, ബുദ്ധിയിൽ നിന്ന് പുറത്തു വന്ന് രൂപപ്പെട്ടത്, അതിൽ തെറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ വഹിയും സംവിധാനവും എന്നും ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് ഖുർആൻ അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തന്നപ്പോ ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അവിടുന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിയിട്ട് ഇങ്ങനെ പറയുകയാണ്, യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയുഹില്ലു ലഹുമുത് ത്വയ്യിബാതു വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്. ആ പ്രവാചകൻ അവരോട് എന്താണെന്ന് കൽപ്പിച്ചതോ, ജാഹിലിയ്യ അറബികളോട് ബിൽ മഅറൂഫി, നന്മയെ കുറിച്ച് അവിടുന്ന് കൽപ്പിക്കുകയായിരുന്നു. വയൻഹാഹും അനിൽ മുൻകർ, തിന്മകളെ കുറിച്ച് വിരോധിക്കുകയുമായിരുന്നു. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്, നല്ല വിഷയങ്ങൾ, അവർക്ക് നല്ല കാര്യങ്ങൾ ഹലാലാക്കി കൊടുക്കുകയും വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മ്ലേച്ഛമായ കാര്യങ്ങൾ അവരിൽ വിരോധിക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വളരെ കൃത്യമായി പറഞ്ഞു.
നമ്മളിവിടെ ചിന്തിക്കുമ്പോ ഹമറ എന്ന പദത്തിൽ നിന്നാണ് ഹംർ എന്ന പദം ഉണ്ടായത്. ഹംർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഹമറ എന്ന് പറഞ്ഞാൽ മൂടിക്കളയുക എന്നതാണ്, മറക്കുക എന്നതാണ്. ഇപ്പൊ സഹോദരിമാർ ധരിക്കുന്ന മുഖമക്കനൊക്കെ ഹിമാർ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ മുഖമല്ലാത്ത ഭാഗമൊക്കെ മറച്ചു വെക്കുന്നതിനാണ് ഈ വർത്തമാനം പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ഹംറാണ് കള്ളിന് ഉപയോഗിച്ചിരിക്കുന്നത്. അഥവാ മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം മറക്കുകയാണ്. ഒരാൾ ഈ ലഹരിക്ക് അടിമപ്പെടുന്നതോടുകൂടി അയാളുടെ ബുദ്ധി തന്നെ മറ്റൊരു ഭാഗത്തേക്ക് വഴിമാറി പോവുകയാണ്. അദ്ദേഹത്തിന്റെ വിശേഷ ബുദ്ധിയും ചിന്തയും അതോടുകൂടി നഷ്ടപ്പെടുകയാണ്. ബുദ്ധിക്ക് പറയുന്നത് ഖുർആനിൽ അഖ്ൽ എന്ന പദമാണ്. വിശുദ്ധ ഖുർആനിൽ ചിന്തിക്കാൻ വേണ്ടി ധാരാളക്കണക്കിന് സ്ഥലങ്ങളിൽ അള്ളാഹു നമ്മളെ ഉത്ബോധിപ്പിച്ചു. ഊലുൽ അബ്സാർ, എന്താണ് നിങ്ങൾ കണ്ടറിയാത്തത്? അഫലാ യഅഖിലൂൻ, എന്താണ് അവർ ചിന്തിക്കാത്തത്? അഫലാ യതദബ്ബറൂൻ, എന്താണ് അവർ ആലോചിച്ചു നോക്കാത്തത്? ഇങ്ങനെ ധാരാളക്കണക്കിന് സ്ഥലങ്ങളിൽ ചിന്തയെ പറ്റിയും ആലോചനയെ പറ്റിയും ഒക്കെ പറയുന്നിടത്ത് നമ്മുടെ ബുദ്ധിയുമായി ബന്ധപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഒരാൾ ലഹരിക്ക് അടിമപ്പെടുന്നതോടുകൂടി, അതിന് വിധേയമാകുന്നതോടുകൂടി എല്ലാം ഈ പറഞ്ഞതൊക്കെ അസ്തമിച്ചു പോവുകയാണ്. പിന്നെ അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അയാൾക്ക് പോലും ബോധ്യമില്ലാത്ത വിധം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുകയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, യഥാർത്ഥത്തിൽ മറ്റു ജീവജാലങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ ബുദ്ധിയും വിവേകവുമില്ല. എന്നാലും ഈ ജീവജാലങ്ങൾ പോലും അവരുടെ ഒരിതനുസരിച്ച് അവരൊരു ഭക്ഷണം കാണുമ്പോൾ അത് വാസനിച്ചിട്ടാണ് കഴിക്കുന്നത്. അവരത് വാസനിച്ച് നോക്കും, അവർക്ക് പറ്റുന്നതാണോ അല്ലേ എന്ന്. അപ്പൊ നമ്മളൊരു പൂച്ചയുടെ മുമ്പിൽ ഒരു ഭക്ഷണം ഇട്ട് കൊടുത്താൽ ചിലത് അവർ കഴിക്കും, ചിലരവർ വാസനിച്ചിട്ട് കഴിക്കാതെ പോകും. നമ്മൾ ആലോചിക്കൂ, നമ്മളെപ്പോലെ വിശേഷ ബുദ്ധിയില്ലാത്ത ഈ ജീവികൾ പോലും അത് വാസനിച്ച് ഉറപ്പുവരുത്തുന്നുവെങ്കിൽ മനുഷ്യനാണെന്ന് ലഹരിയും ഇതുപോലെ ബന്ധപ്പെട്ട എന്തൊക്കെയുണ്ടോ അതിലൊക്കെ മുഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ലഹരി എന്ന് പറഞ്ഞാൽ അത് പാനീയമാണ്, പൊടികളായിട്ട്, ഗുളികകളായിട്ട്, ചെടികളായിട്ട്, അങ്ങനെ തുടങ്ങി വ്യത്യസ്ത പേരുകളിൽ നമ്മുടെ സമൂഹത്തിൽ ഇത് നിർബാധം പടർന്നുകൊണ്ടിരിക്കുന്നു. പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരു മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ഒരു മദ്യപാനി ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒന്നേ കാണൂ, അതെവിടെയെങ്കിലും ഒക്കെ ഒറ്റപ്പെട്ടത്. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ലഹരിയിൽ എല്ലാ നിലക്കും ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരും ക്യാമ്പസുകളും റിസോർട്ടുകളും ബസ് സ്റ്റാൻഡുകൾ തുടങ്ങി എല്ലായിടത്തും ഇത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭരണകൂടവും ഇത്തരത്തിൽ പുതിയ തലമുറയെ രക്ഷപ്പെടുത്തുവാനുള്ള ഇങ്ങനെ ഒരു ക്യാമ്പയിനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 1450 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മളോട് പറഞ്ഞ വാക്യങ്ങളിൽ, യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ച മനുഷ്യരെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, തീർച്ചയായും അല്ലാഹു മദ്യം അതേപോലെ തന്നെ ചൂതാട്ടം എന്ന് പറയുന്നത് അത് മറ്റൊരു വിഷയമാണ്. വൽ അൻസാബ്, പ്രതീക്ഷകൾ വെക്കുക എന്ന് പറയുന്നത്, വൽ അസ്ലാം, പ്രശ്നങ്ങൾ നോക്കാനുള്ള അമ്പുകോലുകൾ, ഇതൊക്കെ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളായിരുന്നു. അവിടെ അന്ന് മദ്യം ഉണ്ടായിരുന്നു, ചൂതാട്ടം ഉണ്ടായിരുന്നു, അത് മറ്റൊരു ഭാഗമാണ്. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ അള്ളാഹു എന്ന് പറഞ്ഞത് റിജ്സും മിൻ അമലി ശൈത്താൻ, ഇത് ശൈത്താനിൽ നിന്നുമുള്ള പൈശാചികമായിട്ടുള്ള റിജ്സാണ്, മ്ലേച്ഛമായ കാര്യങ്ങളാണ്. എന്നിട്ട് ഖുർആൻ അവരോട് പറഞ്ഞു, ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ ഇതൊക്കെ വെടിയണം, നിങ്ങൾക്ക് വിജയിക്കുവാനുള്ള മാനദണ്ഡം വഴി അത് വെടിയലാണെന്ന് വിശുദ്ധ ഖുർആൻ അന്ന് ആ സമൂഹത്തോട് പറഞ്ഞു. നമ്മളിവിടെ നിരന്തരമായിട്ട് ഈ പുതിയ കാലഘട്ടത്തിൽ ഗൗരവത്തിൽ ആലോചിക്കേണ്ട കാര്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെങ്കിൽ ഇസ്ലാം ഇത്തരം വിഷയങ്ങൾക്കൊക്കെ കൃത്യമായ കാഴ്ചപ്പാടുകൾ നൽകി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു മുസ്കിരിൻ ഹംറുൻ, എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹംറാണ്, ലഹരിയുള്ളതൊക്കെ ഹംറാകുന്നു. എന്നിട്ട് പറഞ്ഞു വകുല്ലു മുസ്കരിൻ ഹറാം, ഇങ്ങനെ ലഹരി ഉണ്ടാക്കുന്ന എന്തൊക്കെ വസ്തുക്കളുണ്ടോ അത് മുഴുവൻ ഹറാമാണ്. അത് ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധം, അള്ളാഹു നിഷിദ്ധമാക്കിയത്. ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് നിഷിദ്ധമാക്കിയ കാര്യം എപ്പോഴും ഏത് കാലത്തും നിഷിദ്ധം തന്നെയായിരിക്കും. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഔസാനി ഖലീലി, എന്റെ കൂട്ടുകാരൻ എനിക്ക് വസിയത്ത് നൽകി. എന്റെ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് വസിയത്ത് നൽകിയത്? ഒന്നാമത്തേത്, അല്ലാ തുശ്രിക് ബില്ലാഹി ഷൈഅൻ, അള്ളാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല, അള്ളാഹുവിൽ ഒന്നിലും ശിർക്ക് ചെയ്യാൻ പാടില്ല, അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിക്കാൻ പാടില്ല, അള്ളാഹു അല്ലാത്ത ഒരാളുടെയും മുമ്പിൽ തലകുനിക്കാൻ പാടില്ല, കാര്യങ്ങളും പ്രയാസങ്ങളും ബോധ്യപ്പെടുത്താൻ പാടില്ല. അടിസ്ഥാനപരമായ തൗഹീദിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് രണ്ടാമത് പറഞ്ഞ കാര്യം എന്താണ്? അവിടുന്ന് പറഞ്ഞു ശിർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞത് വൈൻ കുത്തിഅത വഹുരികത, നീ കഷ്ടമായി മുറിക്കപ്പെട്ടാലും നീ ശിർക്ക് ചെയ്യാൻ പാടില്ല.
നിന്നെ കുറെ ആളുകൾ പിടിച്ചിട്ട് നിന്റെ ശരീരം മുഴുവൻ കഷ്ണിക്കുകയാണ്. പീസ് പീസാക്കിയാലും നീ ശിർക്ക് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നീ കരിക്കപ്പെട്ടാലും, നിന്നെ ചുട്ട് കരിച്ചാലും നീ ശിർക്ക് ചെയ്യരുതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഉപദേശിച്ചു. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയുന്നു. പിന്നെ പറഞ്ഞത് എന്താ? വലാ തത്റുകു സ്വലാത്തൻ മക്തൂബത്തൻ മുതഅമ്മിദൻ. നീ സ്വമേധയാ മനഃപൂർവ്വം ഫറലായ നമസ്കാരം ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഫറള് നമസ്കാരം മനഃപൂർവ്വം നീ ഉപേക്ഷിക്കാനേ പാടില്ല. അങ്ങനെ നീ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സുരക്ഷയിൽ നിന്ന് നീ ഒഴിവാക്കപ്പെടും. പിന്നെ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉപദേശിച്ചത് വലാ തശ്റബിൽ ഖംറ, നീ ലഹരി മദ്യം ഉപയോഗിക്കരുത്. ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശൈഇൻ, എല്ലാ തിന്മകളുടെയും താക്കോൽ അതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉപദേശിച്ചു എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്ത് മൻ ശരിബൽ ഹംറ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 സ്വബാഹൻ. ഇനിയിപ്പോ ഒരു മുസ്ലിം അദ്ദേഹം ലഹരി ഉപയോഗിച്ചു, ഒരു തവണ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40 ദിവസത്തെ നമസ്കാരം സ്വീകരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. നമ്മുടെയൊക്കെ ന്യൂജൻ ചെറുപ്പക്കാരൊക്കെ അത് പല നിലക്ക് അത് നുണഞ്ഞ് അതിലേക്ക് പതുക്കെ പതുക്കെ വന്ന് പിന്നെ അതിന് അഡിക്റ്റായി അതിൽ മാത്രം ചെലവഴിക്കുന്നവരുണ്ട്. അവരൊരു പക്ഷെ നമസ്കരിക്കുന്നുണ്ടാവും അല്ലാത്ത സമയത്ത്. ഒരു തവണ അത് ഉപയോഗിച്ചാൽ 40 ദിവസത്തെ നമസ്കാരം കബൂലാവാതിരിക്കാൻ അത് മതി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഒരാൾ തൗബ ചെയ്യാതെ മരിച്ചാൽ, ഒരാൾ ഈ ലഹരി ഉപയോഗിച്ചിട്ട് തൗബ ചെയ്യാതെയാണ്, പശ്ചാത്തപിക്കാതെയാണ് മരിച്ചതെങ്കിൽ അയാൾക്ക് നാളെ കിട്ടാൻ പോകുന്ന ശിക്ഷയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസഖാഹു മിൻ നഹ്രിൽ ഹബാൽ, ഹബാലിന്റെ നഹറിൽ നിന്ന് നാളെ പരലോകത്ത് നരകത്തിൽ അയാൾക്ക് കുടിക്കപ്പെടും, അയാൾക്ക് കുടിക്കാൻ കൊടുക്കും. അവിടുന്നാണ് അയാൾ കുടിപ്പിക്കപ്പെടുന്നത്. ഖീല വമാ നഹറുൽ ഹബാൽ. അവർ റസൂലുള്ളാഹിയോട് സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ എന്താണ് ഹബാൽ എന്ന് പറയുന്ന നദി? ഹബാലിന്റെ നദി എന്താണ്? പുഴ എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, നഹറും മിൻ സിദീദി അഹ്ലൻ നാർ. നരകത്തിൽ ആളുകൾ ഇങ്ങനെ കിടന്ന് വെന്തെരിഞ്ഞ് അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചലം, നീരുകൾ, ആ ചോര, അതായിരിക്കും അവർക്ക് കുടിപ്പിക്കപ്പെടുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാളുടെ ഈമാനിനെ നഷ്ടപ്പെടുത്താൻ, ഒരാളുടെ ഈമാനിനെ ഇല്ലാതാക്കാൻ, ശരിബൽ ഹംറ നസ അല്ലാഹു മിൻഹുൽ ഈമാൻ, ഒരാൾ മദ്യം കഴിച്ചാൽ അയാളുടെ ഈമാൻ അല്ലാഹു ഊരിയെടുക്കും. ഏതുപോലെ കമാ യഖ്ലഖുൽ ഇൻസാനുൽ ഖമീസ്, നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മുടെ ഡ്രസ്സ് അഴിച്ചു വെക്കുന്നത് പോലെ, നമ്മുടെ ഷർട്ട് അഴിച്ചു വെക്കുന്നത് പോലെ നമ്മുടെ ഈമാനിനെ അള്ളാഹു ഇല്ലാതാക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ മുന്നറിയിപ്പ് നൽകി. പിന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് പിന്നെ പറഞ്ഞത് എന്താണ്? ലാ യദ്ഖുലുൽ ജന്നത മുദ്മിനു ഹംർ, നിരന്തരമായിട്ട് ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകൾ, അത് മുഴുകുടിയന്മാർ അല്ലാത്ത ലഹരി എന്താവട്ടെ, ഏത് ലഹരിയും അതിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സ്വർഗമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് തന്റെ അനുയായികളെ പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ ഗൗരവത്തെ കുറിച്ച്, ഒരാള് ഈ ലഹരിക്ക് അടിമപ്പെട്ടാൽ അയാളുടെ ബോധം എവിടെയാണ് എത്തിപ്പെടുക എന്ന് പറയുന്നത്, എത്തി നിൽക്കുക എന്നതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പറഞ്ഞത് അൽ ഹംറു ഉമ്മുൽ ഹബാഇസ്, മദ്യം എന്ന് പറയുന്നത്, ലഹരി എന്ന് പറയുന്നത് എല്ലാ തിന്മകളുടെയും മാതാവാണ്, എല്ലാ തെറ്റിന്റെയും ഉമ്മയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഒരു ഉദാഹരണം, ഒരു സംഭവം വിശദീകരിക്കുകയാണ്. ഇന്ന മലിക്കൻ മിൻ മുലൂക്കി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു രാജാവ്, അദ്ദേഹം മഹദ റജുലൻ തഖിയൻ, ആ കൂട്ടത്തിൽ അന്ന് ജീവിച്ചിരുന്ന നല്ല സൂക്ഷ്മജ്ഞാനിയായ ഭക്തനായ ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ട് വന്നു. ഏറ്റവും അള്ളാഹുവിന് വഴിപ്പെട്ട് അള്ളാഹുവിന് കീഴ്പ്പെട്ട് അവനെ മാത്രം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഹുശൂഉള്ള ഭക്തനെ പിടിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ഈ രാജാവ് കൊട്ടാരത്തിൽ വെച്ച്, തന്റെ ദർബാറിൽ വെച്ച് പറഞ്ഞു, 4 തിന്മകളിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ താങ്കളെ ഞാൻ വെറുതെ വിടാം, താങ്കൾക്ക് ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല. അവിടെ ധാരാളക്കണക്കിന് അദ്ദേഹത്തിന്റെ പ്രജകളുണ്ട്, അദ്ദേഹത്തിന്റെ പട്ടാളമുണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെ മുമ്പിലാണ് ഈ രാജാവ് പറയുന്നത്, ഏതാണ് ഈ 4 തിന്മകൾ? 1, വ്യഭിചരിക്കുക, ഏതെങ്കിലും ഒരു അന്യ സ്ത്രീയുമായിട്ട് വ്യഭിചരിക്കുക. 2ാമത്തെ തിന്മ ഏതെങ്കിലും ഒരാളെ കൊല നടത്തുക, ഒരാളെ കൊന്നുകളയുക. 3ാമത് പറഞ്ഞത് പന്നി മാംസം കഴിക്കുക. 4ാമത് പറഞ്ഞത് മദ്യം കഴിക്കുക. ഈ 4ൽ 1 താങ്കൾ ചെയ്താൽ, ഒരു ഭക്തനായ മനുഷ്യനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, തെറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു രാജാവ്, അള്ളാഹുവിനെ ഭയപ്പെടാത്ത ഒരു രാജാവ് ഇദ്ദേഹത്തെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അപ്പൊ ഈ മനുഷ്യൻ ആലോചിച്ചു, ഈ ഭക്തൻ ഇല്ലെങ്കിൽ എന്റെ ജീവൻ പോകും, അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ഏതാണ് ഇതിൽ നിസ്സാരമായത്? അദ്ദേഹത്തോട് പറഞ്ഞത്, ഒന്നുകിൽ താങ്കൾ വ്യഭിചരിക്കണം, അല്ലെങ്കിൽ കൊല നടത്തണം, അല്ലെങ്കിൽ പന്നിമാംസം കഴിക്കണം, അല്ലെങ്കിൽ മദ്യം കഴിക്കണം. ഈ മനുഷ്യൻ 4നെ കുറിച്ചും ഒന്ന് ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഏറ്റവും ചെറുത് ഇത് മദ്യമായിരിക്കും, ലഹരിയായിരിക്കും.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു, ആ മനുഷ്യൻ ലഹരി കുടിച്ചു, അല്പം മദ്യം കഴിച്ചു, അയാളുടെ ബോധം മുഴുവൻ അദ്ദേഹത്തിന്റെ കൺട്രോളിൽ നിന്നും നിയന്ത്രണത്തിൽ നിന്നും പുറത്തേക്ക് പോയി. ആ മനുഷ്യൻ അത് കഴിഞ്ഞപ്പോ ആ മദ്യലഹരിയിൽ അദ്ദേഹം പിന്നെ രണ്ടാമത്തെ തെറ്റ് വ്യഭിചാരം നടത്തി, മൂന്നാമത്തെ തെറ്റായ പന്നിമാംസം കഴിച്ചു, നാലാമത്തേതായിട്ടുള്ള കൊലപാതകം നടത്തി. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ മദ്യം എന്ന് പറയുന്നത്, ലഹരി എന്ന് പറയുന്നത് ഉമ്മുൽ ഖബാഇസ്, എല്ലാ തിന്മകളുടെയും മാതാവാണ്. നമ്മൾ ആലോചിക്കൂ, ഇവിടെ ഈ മദ്യം കഴിക്കുന്ന ലഹരിക്ക് അടിമപ്പെടുമ്പോ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് വരുന്ന ദുരന്തങ്ങൾ? ഒന്ന്, നമ്മുടെ ചിന്താശേഷി നഷ്ടപ്പെട്ടു പോകും, ചിന്തകൾ മുഴുവൻ ഇല്ലാതായി പോകും. രണ്ടാമത്തേത് കുടുംബ ബന്ധം തകരുമെന്നുള്ളതാണ്. ഇപ്പൊ കുടുംബത്തിലെ കുടുംബനാഥൻ ലഹരിക്ക് അടിമപ്പെടുന്ന മദ്യപാനിയാണെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിക്കും. അവിടെ ഭാര്യയും മക്കളും ഒക്കെ എത്രത്തോളം പ്രയാസത്തിലായിരിക്കും അവിടെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ബന്ധങ്ങൾ തകർന്നു പോകുന്നു, വിവാഹമോചനങ്ങളും ത്വലാഖുകളും നടക്കുന്നു ഈ ലഹരിയുടെ പേരിൽ, ഇത്തരത്തിലുള്ള ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ പേരിൽ. നമ്മൾ ആലോചിക്കും, ഒരുപാട് കൊലപാതകങ്ങൾ 2015 നടന്ന ഒരു വലിയ കൊലപാതകമുണ്ട്. 38കാരൻ നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ്, നമ്മുടെ സൊസൈറ്റിയാണ്. അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു, വലിയ ബിസിനസ്സുകാരനായിരുന്നു, മറ്റൊരു ജില്ലയിലുള്ള ഒരു സഹോദരനാണ്. അദ്ദേഹത്തിന് 5000 കോടിയുടെ ആസ്തിയുണ്ട്, വലിയ വലിയ ഫ്ളാറ്റുകളുണ്ട്, സമുച്ചയങ്ങളുണ്ട്. ഒരു ദിവസം രാത്രി അദ്ദേഹവും ഭാര്യയും കൂടി ആഡംബര കാറിൽ രാത്രി വൈകി എവിടെ പുറത്തു പോയിട്ട് ഫ്ളാറ്റിലേക്ക് വരുമ്പോൾ അവിടെ സെക്യൂരിറ്റി ഗേറ്റ് തുറക്കാൻ അല്പം വൈകിപ്പോയി. അങ്ങനെ കാത്തിരുന്ന് ശുഭിതനായ ഈ മനുഷ്യൻ, നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട അദ്ദേഹം, ഈ വലിയ വാഹനം അദ്ദേഹത്തിന്റെ നേരെ എടുക്കുകയും അദ്ദേഹത്തെ ഇടിച്ചു വീഴ്ത്തുകയും അങ്ങനെ കുറെ ദൂരം അദ്ദേഹത്തെ ഇടച്ചുകൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ചവിട്ടി അവസാനം ആശുപത്രിയിൽ വെച്ച് ആ സുഹൃത്ത് അദ്ദേഹം മരണപ്പെടുകയാണ്. അദ്ദേഹം മരണപ്പെട്ടു. അവസാനം കോടതികളൊക്കെ വിധി വന്നു. അവസാനം അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കുകയാണ്. 24 വർഷത്തെ തടവും 80 ലക്ഷം രൂപ അദ്ദേഹം ഈ കുടുംബത്തിനും അല്ലാതെയൊക്കെ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. നമ്മൾ ആലോചിക്കുക, അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ 38 മുതൽ 24 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നാൽ ഇപ്പോഴും അദ്ദേഹം ജയിലിലാണ്. നമ്മൾ എല്ലാം നഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ, കുടുംബം, സമാധാനം, സമ്പത്തെല്ലാം വഴിയാധാരമായി പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നു. അതേപോലെ തന്നെ ഈ ലഹരിക്ക് അടിമപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം നഷ്ടപ്പെടും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കരൾ രോഗങ്ങള്, ഹൃദയരോഗങ്ങള്, അതേപോലെ തന്നെ ക്യാൻസർ, ഇതൊക്കെ തന്നെ വായക്കുള്ള ക്യാൻസറുകൾ അടക്കം വൈദ്യശാസ്ത്രം തെളിയിച്ച യാഥാർത്ഥ്യങ്ങളാണ്. അതേപോലെ സാമ്പത്തിക തകർച്ചകൾ ഉണ്ടാവുന്നു, സാമൂഹിക കുറ്റകൃത്യങ്ങൾ, പിടിച്ചുപറികൾ, വാഹനാപകടങ്ങൾ, ഇങ്ങനെ പലതും. ഇപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് 2019 ഒരു പത്രപ്രവർത്തകൻ നമ്മുടെ തലസ്ഥാനത്ത് അദ്ദേഹത്തിന്റെ വാഹനത്തെ മറ്റൊരു വാഹനം വന്നിടിച്ച് അദ്ദേഹം മരണപ്പെട്ടു. നമ്മളൊക്കെ വായിച്ച വാർത്തയാണ്. അന്നും ആ ഇടിച്ചത് ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ ആ സമയത്ത് മദ്യലഹരിയിൽ വന്നിട്ടാണ് തന്റെ വാഹനം ഈ പത്രപ്രവർത്തകനെ ഇടിച്ചു വീഴ്ത്തിയത് എന്നുള്ളതൊക്കെ നമുക്ക് പാഠങ്ങളായിട്ട് കാണാൻ കഴിയുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ ഈ ലഹരി എന്ന് പറയുന്നത്, ഇതുപോലെയുള്ള മയക്കുമരുന്ന് എന്തൊക്കെയുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടാവണം. നമ്മുടെ കുടുംബം, പുതിയ സമൂഹം, നമ്മുടെ തലമുറ, നമ്മുടെ അങ്ങാരികൾ വൈകുന്നേരങ്ങളിലൊക്കെ ശ്രദ്ധിക്കുവാനുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാവണം. അവരൊരിക്കലും അതിലേക്ക് പോകുന്നില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കണം. ആദ്യമൊക്കെ ഇത് ഗുളിക രൂപത്തിലും മിഠായി രൂപത്തിലുമൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ചിലർ കൊടുക്കും. അത് ആദ്യത്തിൽ വല്ലാത്ത രുചിയായിരിക്കും. അതൊന്ന് കഴിച്ചാൽ ആദ്യം ഫ്രീ ആയിട്ട് ഒരു 3-4 ദിവസം കൊടുക്കും. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് നിർബന്ധമായി ജീവിതത്തിൽ, പിന്നെ അവരത് പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറി വരും. അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുമ്പോ, അവർക്കതിന് പണമില്ലാതെ വരുമ്പോ പിന്നെ അവർ മോഷണം എന്ന തിന്മയിലേക്ക് കടന്നു വരും. വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ തുടങ്ങും, പുറത്തുനിന്ന് മോഷ്ടിക്കാൻ തുടങ്ങും. ഇതാണ് ഇതിന്റെ ഒരു അവസ്ഥ എന്നുള്ളത് ഗുരുതരമായിട്ട് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇത്തരം തിന്മകളെയൊക്കെ നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് വിരോധിക്കുകയും ഗൗരവത്തിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഇപ്പൊ അടുത്ത കാലത്തൊക്കെയുള്ള പുതിയ പഠനങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത്, ഇപ്പൊ 4000 വാഹനാപകടങ്ങൾ ഉണ്ടെങ്കിൽ ആ 4000 വാഹനാപകടങ്ങൾ ഒരു കൊല്ലത്തിൽ ഉണ്ടായാൽ അതിൽ പഠനം പഠിപ്പിക്കുന്നത് 3000 എണ്ണവും ലഹരിക്ക് വിധേയമായിട്ടുള്ള വാഹനാപകടങ്ങളാണ്. ഗാർഹിക പീഡനങ്ങളിൽ 96% ഈ ലഹരിക്ക് അടിമപ്പെട്ടിട്ടാണ്. കൊലപാതകങ്ങളെ കുറിച്ച് നടത്തിയ പഠനങ്ങളിൽ 84% മദ്യമോ ലഹരിയോ അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ എല്ലായിടത്തും ഇത് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബോധ്യപ്പെടുത്തിയത്, നമുക്ക് നൽകിയ തിരിച്ചറിവ്,
ഈ മദ്യവും മയക്കുമരുന്നുമൊക്കെ ശൈത്താന്റെ പൈശാചികമായിട്ടുള്ള മ്ലേച്ഛമായിട്ടുള്ള ഉത്ബോധനങ്ങളിലും പ്രവർത്തനങ്ങളിലും പെട്ടതാണ്. ഫജ്തനിബൂഹു, നിങ്ങളതൊക്കെ വെടിയണം. അങ്ങനെ വെടിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഅല്ലകും തുഫ്ലിഹൂൻ, വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് ഖുർആനിന്റെ ഒരു പ്രഖ്യാപനമാണ്. അതിന്റെ തൊട്ട് ചേർന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയത് അത് ചൂതാട്ടത്തെ കുറിച്ചാണ്. എന്താണ് ചൂതാട്ടമെന്നും എന്താണ് ഖുർആൻ പറഞ്ഞ ചൂതാട്ടം, എങ്ങനെയൊക്കെ നമുക്ക് അവിഹിതമായിട്ട് സമ്പാദിക്കാം എന്നിങ്ങനെയുള്ള പുതിയ ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് അവസരങ്ങളും അവസ്ഥകളും ഒക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചൂതാട്ടവുമായി ബന്ധപ്പെട്ട് മൈസൂറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടുത്ത ഖുതുബയിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അള്ളാഹു നമ്മുടെ മുമ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഹലാലാക്കിയോ അതൊക്കെ നമ്മൾ ആ രൂപത്തിൽ കണ്ട്, എന്തൊക്കെ ഹറാമാക്കിയോ അതൊക്കെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിനുൻ, ഹലാലും വ്യക്തമാണ് ഹറാമും വ്യക്തമാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും പഠിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്. ആ രൂപത്തിലൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് അള്ളാഹുവിന്റെ നിഅമത്തും അനുഗ്രഹവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അത്തരത്തിൽ ചിന്തിച്ച് ആലോചിച്ച് ജീവിതത്തെ ധന്യമാക്കുന്ന മുത്തഖികളിൽ മുവഹ്ഹിദുകളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു തഖ്വയുള്ളവരാവാൻ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഴക്കാലവും അത്തരത്തിലുള്ള കാലാവസ്ഥയും അന്തരീക്ഷവും ഒക്കെയാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ശുചിത്വ ബോധവും അത്തരത്തിലുള്ള ആരോഗ്യവും അതുവഴിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ മഴക്കാലത്തിൽ മലിന ജലത്തിലൂടെയും അതുപോലെ കൊതുകുകളും ഒക്കെ പടർത്തുന്ന പകർച്ചവ്യാധികളും അത്തരം രോഗങ്ങളും ഒക്കെ പ്രതിരോധിക്കേണ്ടത് ഇവിടുത്തെ ആരോഗ്യ വകുപ്പും ഭരണകൂടവും ഒക്കെ അതിന് ഒരുപാട് ക്രമീകരണങ്ങൾ നടത്തുമ്പോഴും ഇസ്ലാമികമായിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നും വൃത്തിയും ശുചിത്വവും ഒക്കെ എത്രത്തോളം അതിന് പ്രസക്തിയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ വീടും പരിസരവും ഒക്കെ ഇത്തരം സന്ദർഭങ്ങളിൽ വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കണം. വെള്ളം കെട്ടി നിൽക്കുന്നതും അതുവഴി കൊതുകുകളും ഇത്തരത്തിലുള്ള ഈ രോഗങ്ങൾ പകർത്തുന്ന പലതും നമ്മിലേക്ക് വൈറസുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതോടൊപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മുടെ മക്കൾ, കുട്ടികൾ, അവർക്കൊക്കെ ഈ വിറ്റാമിൻ സി പോലെയുള്ള ഭക്ഷണങ്ങളും ഇതൊക്കെ കൊടുക്കുക എന്നത് ഇത്തരം പ്രതിരോധത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ ഇത്തരം സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതും നമ്മൾ പ്രധാനമായും ചിന്തിക്കേണ്ട വിഷയമാണ്. അതുപോലെ മറ്റുള്ള രോഗങ്ങൾ, വയറിളക്കം പോലെ, ടൈഫോയിഡ് പോലെയുള്ള രോഗങ്ങളൊക്കെ ഈ സന്ദർഭത്തിൽ ഉണ്ടാകും. അതുമൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കുന്നവരാണ്, എന്നാലും സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അതേപോലെ തന്നെ ഈ പുഴയും തോടുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയം ഈ മഴക്കാലത്ത് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മുടെ മക്കളെയും ചെറുപ്പക്കാരെയൊക്കെ അതിലൂടെയൊക്കെ പോകുമ്പോൾ ഉണ്ടാവേണ്ട ജാഗ്രതകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇതുപോലൊരു ചെറുപ്പക്കാരൻ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഇന്നലെ വരെ ജനാസ കിട്ടാത്ത തെരച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശ്രദ്ധയും കാവലും ഒക്കെ എല്ലാ ഭാഗത്തും ഉണ്ടാവണമെന്നുള്ളത് ഈ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പുറത്തുപോയി ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും ഒക്കെ സോപ്പിട്ട് വളരെ വൃത്തിയോടുകൂടി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് കയറുക എന്നുള്ളതുമൊക്കെ ഇവിടെയൊക്കെ ആ പ്രതിരോധം ഇവിടെ ഭൗതികമായിട്ട് നമ്മുടെ മുമ്പിൽ നിർദ്ദേശിക്കുമ്പോഴും ഇസ്ലാമികമായിട്ടുള്ള ഇതേ കാഴ്ചപ്പാടുകളൊക്കെ നമ്മൾ അറിഞ്ഞും മനസ്സിലാക്കിയൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാ നിലക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ, നിലനിർത്തുവാൻ സാധിക്കുക. അത്തരത്തിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നിയമങ്ങളായിട്ടുണ്ടോ അതൊക്കെ പാലിച്ച് അതൊക്കെ ഉൾക്കൊണ്ട് പരമാവധി നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആരോഗ്യത്തെയും ഒക്കെ സംരക്ഷിക്കുന്നിടത്ത് നമ്മൾ ബദ്ധശ്രദ്ധരാവുക. അത്തരത്തിലൊക്കെ ചിന്തിച്ച് എല്ലാ നന്മകളിലും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ ശ്രദ്ധയും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കും. അത്തരത്തിലൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന മുത്തഖികളിൽ, മുവഹ്ഹിദുകളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ചയും ഉണ്ടായിരുന്ന, കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ ഉണ്ടായിരുന്ന നമ്മുടെ സഹോദരൻ
ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അടുത്ത് താമസിക്കുന്ന ജാസ് അബ്ദുറഹ്മാൻ സാഹിബ് കഴിഞ്ഞ വെള്ളിയാഴ്ച വരും പോലും നമ്മുടെ ജുമാക്കുണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന് രാവിലെ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി ഈ ദുനിയാവിലെ ജീവിതം അവസാനിപ്പിച്ച് പരലോകത്തേക്ക് അദ്ദേഹം യാത്രയായിരിക്കുന്നു. അദ്ദേഹത്തിന് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അദ്ദേഹത്തെ നമ്മയും അള്ളാഹു അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരം ഇന്ന് ഇശാ നമസ്കാര ശേഷം അടക്കാത്തൊരു ജുമാഅത്ത് പള്ളിയിൽ വെച്ചാണ്. ഇന്ന് ഇശാക്ക് ശേഷമാണ് ആ ജനാസ നമസ്കാരം നടക്കുന്നത്. സാധിക്കുന്ന ആളുകൾ, പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ ഈ ഒരു കർമ്മത്തിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാദാപുരത്തുള്ള നമ്മുടെ ഒരു സജീവ പ്രവർത്തകൻ അഷ്റഫ് സാഹിബ്, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ, കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ തലച്ചോറിലേക്കുള്ള ഞരമ്പ് പൊട്ടുകയും വലിയൊരു സർജറിക്ക് വിധേയമായി അദ്ദേഹം ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത് ആശുപത്രിയിൽ. അദ്ദേഹത്തിന് അല്ലാഹു ആരോഗ്യവും ആഫിയത്തും ആയുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നേടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളക്കണക്കിന് ആളുകൾ പശ്ചിമേഷ്യയിലുണ്ട്. അവിടെയും സയനിസ്റ്റുകളുടെ ആക്രമണങ്ങളും ക്രൂരതകളും എല്ലാം ഇപ്പോഴും നിർബാധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവെ, ആ ആളുകളെയൊക്കെ എന്റെ സഹായവും പിന്തുണയും നൽകി നമ്മുടെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ അനുഗ്രഹിക്കുമാറാവണമേ. ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ഹൈറും ബറക്കത്തും അള്ളാഹു എല്ലാവർക്കും നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين.